ബ്രിക്സ് ലോകക്രമം മാറ്റിമറിക്കുകയാണ്. ബ്രിക്സിലെ 3 ശക്തികൾ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വളരുകയാണ്. അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബ്രിക്സ് ലോകത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രസീലിന്റെയും സൗത്ത് ആഫ്രിക്കയുടെയും പ്രസിഡന്റുമാരെയും വിളിച്ച് വിശദമായി തന്നെ പറയുകയുണ്ടായി. പുടിൻ അങ്ങോട്ട് വിളിച്ചാണ് ഇത് സംസാരിച്ചത്. അതായത് ബ്രിക്സ് ഒരു പുതിയ ലോകക്രമത്തെ ചിട്ടപ്പെടുത്തുകയാണ്. ലോക രാജ്യങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷ നൽകുകയാണ്. അമേരിക്കയുടെ ആധിപത്യത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിരുന്ന രാജ്യങ്ങൾക്ക് ഒരു പ്രതീക്ഷയായിട്ട് ബ്രിക്സ് മാറുകയാണ്. ബ്രിക്സിലെ ത്രിമൂർത്തികളായിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യ, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങൾ പുതിയ വേൾഡ് ഓർഡർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇപ്പൊ ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലാണല്ലോ. അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും അജിത് ഡോവലിനെയും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഈ റയർ എർത്ത് മിനറൽസ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ചൈന തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസറുകളുടെ കയറ്റുമതിക്ക് അവർ തീരുമാനിച്ചിരിക്കുന്നു. ടണൽ മെഷീൻസ് ഇന്ത്യക്ക് നൽകുന്നതിനായിട്ട് അവർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി പറഞ്ഞ് അവസാനിപ്പിച്ച് കൂടുതൽ ശക്തമായ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ചൈനയെ 100% വിശ്വസിക്കാനൊന്നും നമുക്ക് കഴിയില്ല. ഇന്ത്യ അങ്ങനെ വിശ്വസിക്കാൻ പോകുന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അമേരിക്ക നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചൈന ഭേദമാണോ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം അമേരിക്കയെ നമ്മളൊരു പാർട്ട്ണറായിട്ട് കണ്ടു, സുഹൃത്തായി കണ്ടു, എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തു. ആ അമേരിക്കയാണ് വിശ്വാസ വഞ്ചന കാണിച്ചത്. ചൈന നമ്മളെ ചതിക്കുമെന്നും നമ്മുടെ ശത്രുവാണെന്നും നമുക്കറിയാം. ചൈന എന്ന് പറയുന്ന രാജ്യത്തോട് നമ്മൾ ഇടപെടുമ്പോൾ നമ്മളോട് ശത്രുത പുലർത്തുന്ന രാജ്യം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇടപെടുന്നത്. നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവർ പണിയാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ അമേരിക്ക നമ്മളെ സ്നേഹിച്ച് നമ്മളോടൊപ്പം നിന്ന് കൂടെ നിന്ന് വഞ്ചിക്കുന്ന രാജ്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അനന്തമായ സാധ്യതകൾ ഇന്ത്യയുടെ മുന്നിൽ തുറന്നിടുകയാണ്. അമേരിക്കയുടെ റെസ്ട്രിക്ഷൻസ്, അമേരിക്കയുടെ ഉമ്മാക്കി ഇനി ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല. നമ്മൾ അമേരിക്കയുമായിട്ട് എപ്പോഴാണ് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ രാജ്യം US-ഉമായിട്ട് വലിയ ട്രേഡ് നടത്തുന്നുണ്ട്. അമേരിക്ക ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങോട്ട് ഏകദേശം 40 മുതൽ 50 ബില്യൺ US$ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ലാഭം കൈവരുന്നുണ്ട്. US-ഉമായിട്ടുള്ള ട്രേഡിൽ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അന്താരാഷ്ട്ര വിഷയങ്ങൾ വരുമ്പോൾ അമേരിക്കയുടെ ചില സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ വഴങ്ങിക്കൊടുക്കും. കാരണം നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ അല്ലേ, അവരെ പിണക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇറാന് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. വെനസ്വേലയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. റഷ്യയുടെ മേലും ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് നടക്കില്ല. ഇന്ത്യക്ക് എണ്ണ തരാൻ സന്നദ്ധരായിട്ട് വരുന്ന രാജ്യങ്ങളുടെ മേൽ നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ എല്ലാ ഉപരോധവും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ നോക്കിയേ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യ താല്പര്യങ്ങൾ വലുതാണ് എന്നതുപോലെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യവും വലുതാണ്. ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ ഉപരോധം അംഗീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ഇതുവരെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ ട്രംപ് ഈ താരിഫ് ചുമത്തിക്കൊണ്ട് ട്രംപ് ഇന്ത്യക്ക് പറഞ്ഞു തരികയാണ്, അതായത് നിങ്ങൾക്ക് US-നെ ഇനി അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമേരിക്കൻ വിപണി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു ബാലി കയറാൻ മലയായിട്ട് മാറാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികൾ എന്ത് ചെയ്യും? കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. നമുക്കിവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പുതിയ മാർക്കറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യും. കൂടുതൽ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ചർച്ച നടത്തും. കൂടുതൽ കരാറുകൾ നമ്മൾ ഉണ്ടാക്കും. ആസിയാൻ രാജ്യങ്ങളുമായിട്ട്, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട്, ഏഷ്യയിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാര കരാറുകൾ ഉണ്ടാക്കുകയും നമ്മുടെ US-നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകൾ പല പല രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് ചിലപ്പോൾ കുറച്ച് നഷ്ടം വന്നേക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്ത അത്രയും ചിലപ്പോൾ ഇത്തവണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി ഇന്ത്യയുടെ മേൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ ഫലിക്കുകയില്ല. കാരണം ഇന്ത്യക്ക് ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, നമ്മളോടൊരു മര്യാദ ഇല്ലാത്ത രാജ്യത്തോട് നമുക്കത് കാണിക്കണ്ടല്ലോ. US നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മുടെ മേൽ വലിയ താരിഫ് ചുമത്തിയ സ്ഥിതിക്ക് അമേരിക്കയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല. കാരണം നമ്മുടെ എക്കണോമിയെയും രാജ്യത്തിന്റെ വളർച്ചയെയും ബാധിക്കുന്ന തീരുമാനമാണ് US എടുത്തത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത തീരുമാനങ്ങൾ ഇനി ഇന്ത്യ എടുക്കും. അത് ഇന്ത്യ എടുത്ത് തുടങ്ങിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് നമുക്കുണ്ടായ ഒരു മത്സര ബുദ്ധി ഉണ്ടല്ലോ, അത് അമേരിക്കയുമായിട്ട് നമുക്കുണ്ടാവും.
മാത്രമല്ല മൾട്ടിപോളാർ വേൾഡിനെയും ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്യാപാരത്തെയും ഒക്കെ ഇന്ത്യ കൂടുതൽ ശക്തമായി തന്നെ ഇനി പിന്തുണയ്ക്കാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. ബ്രിക്സിനെ ഇന്ത്യ കൂടുതൽ ശക്തമാക്കി മാറ്റുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ വേൾഡ് ഓർഡറിന് തുടക്കമാവുന്നു. അമേരിക്കയുടെ നയങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നു. അമേരിക്കൻ സാമ്രാജ്യം സ്വാഭാവികമായ പതനത്തിലേക്ക് പോകുന്നു. റഷ്യ, ഇന്ത്യ, ചൈന എന്നീ ത്രിമൂർത്തികൾ ലോകത്തിന്റെ പുതിയ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ നയിക്കുന്നതിനായിട്ട് ഒരുങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.